അനഘയിലേക്ക് മറ്റൊരു വാർത്തയുമായി വരികയാണ്. ഇന്ന് എം വി ഗോവിന്ദനെതിരായ മാനനഷ്ട കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഹൈക്കോടതിയിൽ ഹാജരാവുകയാണ്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ആരോപണത്തിനാണ് സുധാകരൻ മൊഴി നൽകാൻ എത്തുന്നത്. അനഘ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? അദ്ദേഹം ഈ എം വി ഗോവിന്ദനെതിരായിട്ടുള്ള മാനനഷ്ട കേസൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം കോടതിയിലെത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു മൊഴി നൽകാനാണ് ഒരു സാധ്യതയുള്ളത് അനഘ? പുതുപ്പള്ളിയിൽ വലിയൊരു പോര് മുറുകുന്ന സാഹചര്യത്തിലാണ്, ആ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനും KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരനും നേർക്കുനേർ എത്തുന്നത് എന്നതാണ് ഏറ്റവും ആദ്യം തന്നെ പ്രധാനമായും പറയേണ്ടത്. അതായത് ജൂലൈ 25-നാണ് സുധാകരൻ എറണാകുളം CGM കോടതിയിൽ നേരിട്ടെത്തി തനിക്കെതിരായ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും വരുന്ന 2-3 പേരാണുള്ളത്. ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനെതിരെയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ദിവ്യക്കെതിരെയും പിന്നെ പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിക്കെതിരെയുമാണ് KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ ഈ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ജൂൺ 25-ന് മോൺസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള പോക്സോ കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഒരു വിവാദ പ്രസ്താവനയുമായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കെ സുധാകരനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മോൺസൺ മാവുങ്കൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് കെ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നെന്നും ഇതിന് കെ സുധാകരൻ സാക്ഷിയായിട്ടുണ്ടെന്നും വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ച് സുധാകരനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു നടത്തിയത്. എന്നാൽ ഈ ആരോപണം നടത്തിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ സുധാകരനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വലിയൊരു ആരോപണം എം വി ഗോവിന്ദൻ നടത്തിയതിന് പിന്നാലെ തന്നെ സുധാകരൻ മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഈ വിഷയത്തിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഏറെ ഗൗരവമുള്ള ഇത്തരം പോക്സോ പോലെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് അതിജീവതയുടെ മൊഴിയുടെ രേഖ പാർട്ടി സെക്രട്ടറിക്ക് കിട്ടുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ ആരോപണത്തെ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ പ്രതിരോധിച്ചു നിന്നത്. അതായത് പോക്സോ കേസ് പോലെയുള്ള വലിയ വിഷയങ്ങളിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ എം വി ഗോവിന്ദന് സാധിക്കുക എന്നൊരു ചോദ്യമായിരുന്നു കെ സുധാകരൻ ചോദിച്ചിട്ടുള്ളത്. ഈ കേസിലാണ് കെ സുധാകരൻ ഗോവിന്ദനെതിരെയും അതുപോലെ തന്നെ പാർട്ടി മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിക്കെതിരെയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ദിവ്യക്കെതിരെയും ഇത്തരത്തിൽ തനിക്ക് നേരെ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ അതായത് എം വി ഗോവിന്ദനെതിരായിട്ടുള്ള മാനനഷ്ട കേസിൽ KPCC അധ്യക്ഷൻ കോടതിയിൽ ഹാജരാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ അദ്ദേഹം പ്രതിയായിട്ടുള്ള പോക്സോ കേസിലാണ് കെ സുധാകരനെതിരെ ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം ഉണ്ടായത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം, നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ പുതുപ്പള്ളിയിൽ വളരെ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്കാണ് CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനും KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനും നേർക്കുനേർ അംഗത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലുള്ളത്. അപ്പോൾ സുധാകരൻ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം അന്നേ നിലപാട് വ്യക്തമാക്കിയത് ഏത് അന്വേഷണം വന്നു കഴിഞ്ഞാലും താൻ നേരിടാൻ തയ്യാറാണ്, ഇത് കേവലം ആരോപണമായിട്ട് മാത്രം എടുത്താൽ മതി, താൻ ഇതിനെതിരെ ശക്തമായി മുൻപോട്ട് പോകുമെന്നൊരു കാര്യം തന്നെയായിരുന്നു കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ പറയുന്ന 3 പേർക്കും, ദിവ്യയ്ക്കും എം വി ഗോവിന്ദനും മുഖപത്രമായിട്ടുള്ള CPMന്റെ മുഖപത്രമായിട്ടുള്ള പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിക്കുമെതിരെ ഇത്തരത്തിലൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഭദ്ര. ശരി അനഘ, എം വി ഗോവിന്ദനെതിരായ മാനനഷ്ട കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാവുകയാണ്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് സുധാകരൻ മൊഴി നൽകുന്നത്. എന്തായാലും എത്രത്തോളം ഇത് പാർട്ടിയെ ബാധിക്കും എന്ന് തുടങ്ങി, അതായത് പാർട്ടി സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ, അദ്ദേഹത്തിന് ഇത് എത്രത്തോളം ബാധിക്കും, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഏത് രീതിയിലുള്ള ഒരു മൊഴിയായിരിക്കും അദ്ദേഹം നൽകുക തുടങ്ങിയ കാര്യങ്ങളെ തുടർന്നായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എം വി ഗോവിന്ദന്റെ പ്രതികരണമൊക്കെ വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അനഘ.